നമ്മൾ സ്കോട്ട്ലാൻഡിന്റെ മണ്ണിൽ കാലുകുത്തി കേട്ടോ. കുറേ നേരത്തെ ഏകദേശം ഒരു 5-6 മണിക്കൂറത്തെ ഡ്രൈവ് ആയിരുന്നു. ഇടയിലിടയിൽ നമ്മൾ 1-2 സർവീസിലൊക്കെ നിർത്തി. അവസാനം ഈ സ്കോട്ട്ലാൻഡിന്റെ മണ്ണിൽ കാലുകുത്തി. രാവിലെ 8:30 വിട്ടതാണ്. ഇനി എനിക്ക് തോന്നുന്നത് 1 മണിക്കൂറിനുള്ളിലേ ഉള്ളൂ നമ്മൾ എടുത്തേക്കുന്ന ക്യാമ്പ് സൈറ്റിലേക്ക്. അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് കാര്യമായിട്ട് കാണിക്കാനൊന്നുമില്ല. മോട്ടോർ വേയിലൂടെയുള്ള യാത്രയായിരുന്നു. ഇപ്പോഴാണ് നമ്മൾ കുറച്ച് കാഴ്ചകൾ കണ്ടു തുടങ്ങിയത്. അപ്പം തന്നെ ഞങ്ങൾ വിചാരിച്ചു നിങ്ങളെ കൂടെ കാണിക്കാം. ഇത് നോക്കിയേ, മൊത്തം ആടുകളാട്ടോ, ഫുൾ ചെമ്മരിയാണ് അല്ലേ? എല്ലാവരും വന്ന് നമ്മളെ നോക്കും. അതെ, അവിടെ നിന്നൊക്കെ മലയിൽ ആളിറങ്ങി വരുന്നുണ്ട്. അങ്ങനെ ഇത് നമ്മളിപ്പോ ഈ ഒരു സ്കോട്ട്ലാൻഡ് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് ഏകദേശം ഒരു 6-7 മാസത്തോളമായി. 6-7 മാസമൊന്നുമല്ല, വർഷങ്ങളായി തന്നെ പറയാം. വിന്ററിൽ വരാൻ വന്ന നമ്മളാണ് കേട്ടത്. നട്ടപ്പുറ വെയിലത്തെ വന്നിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ അടിപൊളിയുണ്ട്. അയ്യോ, നീലാകാശവും പച്ച പുല്ലും ഇങ്ങനെ കാണിച്ചു തരാം. നമ്മള് സ്കോട്ട്ലാൻഡിൽ കയറിയതേ ഉള്ളൂ. അതെ, നമ്മൾ സ്കോട്ട്ലാൻഡിലോട്ട് എൻ്റർ ചെയ്തതേ ഉള്ളൂ. നമ്മള് സ്കോട്ട്ലാൻഡിലോട്ട് കയറിയതേ ഉള്ളൂ. നാളെ തൊട്ടാണ് നമ്മുടെ നോർത്ത് കോസ്റ്റ്, അതായത് NC 500 റൂട്ട് വരുന്നത്. അപ്പം അടിപൊളി. ഇവിടെ തന്നെ ഇങ്ങനത്തെ കാഴ്ചയാണെങ്കിൽ അങ്ങോട്ടേക്ക് എന്തായിരിക്കും. ഞാൻ ഭയങ്കര ഫുൾ എക്സൈറ്റ്മെന്റിലാണ്. അതാണ് ഇത്ര ഇങ്ങനെ പറയുന്ന സംഭവം. എന്തോ പറയണെന്ന് എന്ത് പറയേണ്ടത് അറിയത്തില്ല. ഇതുവരെ നമ്മള് വെയിൽസിൽ പോയിട്ടുണ്ട്, മറ്റേ ലേക്ക് ഡിസ്ട്രിക്റ്റ് പോയിട്ടുണ്ട്, പിന്നെ ഇവിടെ പീക്കിൽ പോയിട്ടുണ്ട്. അതിനേക്കാളൊക്കെ വ്യത്യാസമായിരുന്നു. ഇങ്ങനെ തുറന്ന സ്ഥലം ഏകദേശം അതുപോലൊക്കെ തന്നെ. നമ്മള് സ്കോട്ട്ലാൻഡ് കുറെ നാളായിട്ട് നമ്മൾ മനസ്സിൽ ഇങ്ങനെ കൊതിച്ചിരുന്ന സ്ഥലമാണ്. അങ്ങനെ അവസാനം നമ്മൾ സ്കോട്ട്ലാൻഡിൽ ഒരു പിടി പുല്ലും പറിച്ചു. അതാ അതിന് പൈ വരാ നോക്കാറുണ്ട്. അപ്പൊ നമുക്ക് ബാക്കി യാത്ര തുടരാം. അപ്പൊ ഇനിയിപ്പോ നമ്മൾ നേരെ ക്യാമ്പ് സൈറ്റിലേക്കാണ് പോകുന്നത്. ക്യാമ്പ് സൈറ്റിൽ ചെന്നിട്ട് ഫുഡൊക്കെ ആക്കണം. ഫുഡൊക്കെ നമ്മൾ തന്നെ ആക്കിയാണ് കഴിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കുറെ നമ്മളെ മെമ്മറീസ് ഈ ഒരു യാത്രയിലുണ്ടാവും. പിന്നെ പപ്പയും മമ്മിയും ഉണ്ട്. അവരുടെ ഒരു നല്ലൊരു ഓർമ്മ പുതുക്കൽ നല്ലൊരു ഓർമ്മ മനസ്സിൽ സൂക്ഷിക്കാൻ ഒരുപാട് നല്ല ഓർമ്മകളൊക്കെ ആവട്ടെ എന്ന് പ്രതീക്ഷയോടുകൂടി നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുന്നില്ല. നമ്മൾ തുടരുകയാണ്, സുഹൃത്തുക്കളെ, തുടരുകയാണ്. അബിക്ക് ചെറുതായിട്ട് പിരിവിട്ട് പോയിട്ടുണ്ട്. അതാ നമ്മളെ പുലിക്കുട്ടൻ എന്താ ഇവിടെ കിടപ്പുണ്ട്. എന്തായാലും നിനക്ക് പുച്ച എന്റെ വണ്ടിയില് അടിപൊളിയാട്ടോ. നമ്മള് പറന്ന് ആരാ ഓടിച്ചേ? അതല്ല, നോക്കി 5 മണി ആയതേ ഉള്ളൂ. നമ്മൾ ഇനി ഏകദേശം 40 മിനിറ്റ് കൊണ്ട് നമ്മളെ ക്യാമ്പ് സൈറ്റിലെത്തും. പെട്ടെന്ന് എത്തിയ പോലെ ഫീൽ ചെയ്യുന്നു. അതന്നെ, എന്തായാലും അടിപൊളിയാണ്. അപ്പോൾ നമ്മളിനി പോവാണ് കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ക്യാമ്പ് സൈറ്റിലെത്തി കേട്ടോ. ഇന്ന് നമ്മൾ എടുത്തേക്കുന്ന അത്യാവശ്യം ചെറിയൊരു ക്യാമ്പ് സൈറ്റാണ്. വലിയ ക്യാമ്പ് സൈറ്റ് ഒന്നും അല്ല. അപ്പം മിന്നും പപ്പയും കൂടെ ഫുഡ് ആക്കാനുള്ള പരിപാടിയില്ല. എന്തുവാ പരിപാടി? എന്തുവാ ഇന്ന് ഫുഡ്? ചായ? ഇത് ഇച്ചിരി ചെരിഞ്ഞായിരിക്കുന്നത്. നീ അങ്ങനല്ല ചോദിച്ചത്, ചെരിഞ്ഞാണ് ഇരിക്കുന്നത്. ഞാൻ ചെരിഞ്ഞായിരിക്കുന്നതെന്ന് പറഞ്ഞു. പപ്പയും അമ്മയും കൂടെ ഇവിടെ കളിച്ചോണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ മിന്നു പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ പാത്രം കഴുകാനും അതേപോലെ തന്നെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു കേട്ടോ. ഇതാണ് നമ്മളെ ടോയ്ലറ്റ് വരുന്നത്. നല്ല നീറ്റായിട്ടുള്ള ടോയ്ലറ്റ് തന്നെയാണ്. വേണ്ടോ, ഇതാണ് നമുക്ക് യൂറിൻ പാസ് ചെയ്യാനുള്ള ഒരു ഏരിയ. അതേപോലെ തന്നെ ഇതുണ്ട്, നമുക്ക് പല്ല് തേക്കാൻ വേണ്ടി നല്ല പ്രൈവസി ഉള്ള, അതേപോലെ ഷേവ് ചെയ്യാനുള്ള സംഭവം സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല പ്രൈവസി ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ അവിടെ ഒരാൾ കുളിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തരാം കേട്ടോ. വേണ്ട, നമ്മളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വയ്ക്കാം. അതിനുശേഷം ഇവിടെ ഒന്ന് കുളിക്കാം. ഷവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, അത്യാവശ്യം നല്ല ഷവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ടോയ്ലറ്റ് ടോയ്ലറ്റ് വേണ്ട, അത്യാവശ്യം നീറ്റാണ്. ഇതൊക്കെ നമ്മൾ നോക്കി കണ്ടെടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും. കാരണം ഞങ്ങൾ ഇതിന് മുന്നേ പണ്ട് ഒരെണ്ണം എടുത്തത് ഒരു സംഭവമേ ഇല്ലാത്തൊരു ക്യാമ്പ് സൈറ്റ് ആയിരുന്നു. റെഡി, അത് കുഴി കുത്തി കാര്യം സാധിക്കുന്ന ഒരു സെറ്റപ്പായിരുന്നു. അപ്പം അതൊക്കെ കൊണ്ട് ഞങ്ങളിപ്പോൾ എടുക്കുന്നത് ഇതുപോലെയുള്ള നല്ലത് നോക്കി എടുക്കാറുള്ളൂ. കാരണം കൊച്ചുങ്ങളും തള്ളയും പിള്ളേരൊക്കെ ആയിട്ട് വരുന്നുണ്ട്.
ഇവിടെ ഇഷ്ടം പോലെ ക്യാരവൻ സ്റ്റേ ഉണ്ട്. ഞങ്ങൾക്ക് ഒരു ദിവസം പറ്റുവാണെങ്കിൽ ട്രിപ്പിൽ ഒരു ക്യാരവാനും ബുക്ക് ചെയ്യണമെന്നുണ്ട്. ഇവിടെ ഒരുപാടുണ്ട്, പക്ഷെ നമുക്ക് ഈ ഭാഗത്തേക്ക് ഇനി വരാനില്ല. നമ്മൾ നേരെ മേലോട്ട് കയറി അങ്ങനെ നമ്മൾ വേറെ വേറെ പോകുന്ന ഏരിയയിലൊക്കെ ഉണ്ടാവല്ലോ. എടി വെണ്ണേ വാ, സമയം അതെ 8:50 ആമി ഇത് ഇനി വരുമെന്ന് തോന്നില്ല, ഇങ്ങോട്ട് കൊണ്ടുവന്ന അബദ്ധമായി പോയി. കയറാൻ നോക്കിയടി വീഴും ചിലപ്പോൾ. അപ്പോൾ ഇതാണ് ക്യാരവാൻ സ്റ്റേ. എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലോ. അതിപ്പോ പുറത്തുനിന്ന് കണ്ടിട്ട് നമുക്കൊന്ന് കയറി നോക്കാം അല്ലേ. അങ്ങനെ സൂര്യനൊക്കെ അസ്തമിച്ചു. ഇപ്പം സമയം 8:30 ആയിട്ടോ. ഞങ്ങളത് ടെൻ്റൊക്കെ റെഡിയാക്കി. ഇതാണ് നമ്മുടെ ഇത്തവണത്തെ ടെൻറ്റ്. 2 പേരുടെ ടെൻ്റ് കേട്ടോ, അടിപൊളി ടെൻ്റ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പം നമ്മൾ മേടിച്ച കാർപ്പറ്റും പിന്നെ നമ്മുടെ സ്ലീപ്പിംഗ് ബാഗും പിന്നെ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ ഇതിനകത്ത് സുഖമായിട്ട് കിടന്നുറങ്ങാം. പപ്പയും മമ്മിയും ഇതിനകത്താട്ടോ കിടന്നുറങ്ങുന്നത്. നമ്മളെ റൂഫ് ടോപ്പ് ടെൻറ്റിലാണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ മിന്നു ചോറുണ്ടോണ്ടിരിക്കുവാണ്. എന്നാ അടിക്കറി? ചിക്കനും അച്ചാറുമാണ്. അപ്പോൾ നമ്മളെ കിച്ചൺ ക്ലോസ് ചെയ്തു. ഇനിയിപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും വേസ്റ്റൊക്കെ പറക്കി അവിടെ കൊണ്ട് കളഞ്ഞിട്ട് നേരെ കിടന്നുറങ്ങുന്നതായിരിക്കും. ആമി, നീ പപ്പയും മമ്മിയുടെ കൂടെയാണോ ഈ കിടന്നുറങ്ങുന്നത്? നീ ഇങ്ങോട്ട് നോക്കി പറ, ഇങ്ങോട്ട് നോക്കിയേ. നീ എവിടെയാണ് കിടന്നുറങ്ങുന്നത്? ഇതിനകത്താണോ? പപ്പയുടെ മമ്മിയുടെയും കൂടെയാണോ കിടക്കുന്നത്? അപ്പോൾ പപ്പയും മമ്മിയും അതിനകത്ത് കയറാൻ വേണ്ടി റെഡി ആയി നിൽക്കും കേട്ടോ. മമ്മിയും പപ്പ എല്ലാവരും പോയി ഡ്രസ്സെല്ലാം മാറി ഫ്രഷ് ആയിട്ട് വന്നു. ഇനിയിപ്പോൾ കിടക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ക്യാമ്പ് സൈറ്റ് നല്ലൊരു ക്യാമ്പ് സൈറ്റ് ആണ് കേട്ടോ. അങ്ങനെ വ്യൂ ഒന്നും ഇല്ലെങ്കിലും ഭയങ്കര സൗകര്യങ്ങളാണ്. എഡിൻബർഗിനടുത്താണ് ഈ ഒരു കാസിൽ. ഇത് പപ്പയും മമ്മിയും എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാവരും ക്രീമെല്ലാം തേച്ച് സെറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടുത്ത യാത്രയ്ക്കുള്ള, അതായത് ഇന്നത്തെ യാത്രയ്ക്കുള്ളത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ എഡിൻബർഗ് മറ്റേ എയർപോർട്ടിന് അടുത്തുള്ള ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. ഇവിടുന്ന് എപ്പോഴും ഫ്ലൈറ്റ് ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുകയാണ്. എഡിൻബർഗിലോട്ട് ഇവിടുന്ന് 30 മിനിറ്റ്സ്. നമ്മൾ പണ്ട് എഡിൻബർഗ് എന്ന് പറഞ്ഞു എഡിൻബ്ര എന്ന് പറയാം. എഡിൻബ്ര എന്ന് പറയണം അല്ലേ. അപ്പോൾ നമ്മൾ സ്മൈൽ അടിച്ച് റെഡി ആവുക. ഞങ്ങള് നോക്കുമ്പോ ഒരു സൈഡിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഒരു സൈഡിൽ മൊത്തം ക്രീം ആമയുടെ, അത് എടുക്കാൻ പറ്റിയില്ല. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് സ്കോട്ട്ലാൻഡിന്റെ തലസ്ഥാനമായ എഡിൻബ്രോയിലാണ്. എഡിൻബ്രോ ഇന്ന് ഫുൾ എക്സ്പ്ലോർ ചെയ്ത് കാണാനാണ് നമ്മുടെ പ്ലാൻ. അതിനുവേണ്ടി നമ്മൾ ഇത് എല്ലാരും കൂടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു. പപ്പയും മമ്മിയും ബാക്കിലെ ഓടിക്കൊണ്ടുണ്ട് ആമയുടെ പുറകെ. നമ്മുടെ പ്ലാനിൽ ഇല്ലാത്ത ഒരു സംഭവമായിരുന്നു നമ്മൾ എഡിൻബ്രോക്ക് ഇറങ്ങണം എന്നുള്ളത് അല്ലേ. നമ്മൾ NC500 ആണ്. അപ്പോൾ നാളെ നമ്മൾ നേരെ NC500 കയറും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ വിചാരിച്ചു, നമ്മളിവിടെ അടുത്താണ് നമ്മുടെ ക്യാമ്പ് സൈറ്റ്. അപ്പോൾ അതുകൊണ്ട് വിചാരിച്ചു ഇവിടെ ഒന്ന് കറങ്ങിയിട്ട് പോവാന്ന്. അപ്പം വന്നത് എന്തായാലും വെർത്തായിട്ടോ. നല്ല അടിപൊളിയാണ്. കാരണം ഒരു പഴയകാല നഗരത്തിലൂടെ നടക്കുന്ന ഒരു ഫീല്. ഇന്നത്തെ വെതർ ഭയങ്കര സണ്ണി വെതറാണ് കേട്ടോ, അതുകൊണ്ട് നല്ല തിരക്ക്. അതുപോലെ ഭയങ്കര തിരക്കാണ്. തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് നിലത്ത് ചവിട്ടാൻ സ്ഥലമില്ല. അതുപോലെ ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലമുണ്ട്. ഞങ്ങൾ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന സ്ഥലത്ത് നിന്നാണ് ഇന്റർവ്യൂ എടുക്കുന്നത്. എന്നാലും ഇവിടെ ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിതേ എഡിൻബ്രോയുടെ തിരക്കുകളിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഒരെണ്ണാണ് അതിന്റെ അപ്പുറം. ഇവിടെ ഈ മ്യൂസിക് കേൾക്കുന്നൊക്കെ ഈ സ്കോട്ടിഷ് ടൈപ്പ് ഓഫ് ഡ്രസ്സൊക്കെ ഇട്ട് ആൾക്കാർ ഇങ്ങനെ ഇത് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രസമുണ്ട് ഇത് കേൾക്കാൻ, ഈ ആ ഒരു മ്യൂസിക്. ഇവിടെ നമ്മൾ ഏത് സ്ട്രീറ്റിൽ കൂടെ നടന്നാലും ഈ ഒരു സൗണ്ട് ഇങ്ങനെ കേട്ടോണ്ടേയിരിക്കും. ഒരു സ്ട്രീറ്റ് മാറി അപ്പുറത്തെ സ്ട്രീറ്റിലെത്തുമ്പോൾ വേറൊരാളുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു രസമാണ്. നമ്മളിങ്ങനെ ഒരു പുരാതന ഇംഗ്ലീഷ് നഗരത്തിലൂടെ നടക്കുന്ന ഒരു ഫീല് നമുക്കിങ്ങനെ കറക്റ്റ് കിട്ടും. എഡിൻബർഗ് കാസിലാണ് കേട്ടോ. ഇനി പറ്റുവാണെങ്കിൽ ഇതിനുള്ളിലൊക്കെ കയറണം. നമ്മൾ ഓൺലൈനിൽ നോക്കിയപ്പോൾ നെക്സ്റ്റ് ടിക്കറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത് 1:30 ഉള്ളൂ. ഇപ്പോൾ 12 മണിയാണ് ടൈം. 1:30 വരെ ഇവിടെ വെയിൽ കൊണ്ട് നിൽക്കാമോ അതേ പുറത്തുകൂടി പോയി എന്തെങ്കിലും കാഴ്ച കാണുമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. നല്ല രസമാണ് കേട്ടോ. താഴെ നിന്ന് ഇതിൻ്റെ വ്യൂ ഒന്ന് കാണണം. അടിപൊളിയാണ്. ആമി അടിപൊളിയല്ലേ ആമി? പറഞ്ഞേ ആമി താഴെ നിന്ന് മുകളിൽ വരുന്നവരെ അടിപൊളി എന്ന് പറഞ്ഞാ വന്നോണ്ടിരുന്നത്. നമുക്ക് പറ്റുവാണെങ്കിൽ അകത്ത് കയറി കാണാം അല്ലേ. അതെ ഇപ്പം നമ്മളുള്ളത് ഒരു കത്തീഡ്രലാണ് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് എഡിൻബർഗ് കാസലിൽ അവിടെ എല്ലാം പോയി ഇപ്പം നേരെ വിക്ടോറിയ സ്റ്റേറ്റിലോട്ട് പോകുന്ന വഴിക്ക് നമ്മളിവിടെ ഒരു കത്തീഡ്രൽ കണ്ടു. അപ്പോൾ അവിടെ കയറി. ഇവിടെ ഫ്രീ ആണ് കേട്ടോ എൻട്രി ഒക്കെ. അടിപൊളി ഒരു കത്തീഡ്രലാണ്.
അപ്പോൾ അടുത്ത ഞങ്ങൾ വന്നേക്കുന്നത് ഈ കാണുന്ന വിക്ടോറിയ സ്ട്രീറ്റിലാണ്. അടിപൊളി സ്ഥലമാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇങ്ങനെ ഓരോ വാളിനും ഓരോരോ പെയിന്റാ. ഈ ബിൽഡിങ്ങിന്റെ ഈ ഒരു സ്ട്രീറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പല പെയിന്റിങ്ങിലുള്ള ബിൽഡിംഗ് ആണ് കേട്ടോ. ഇത് കണ്ടോ പല കളറിൽ. അപ്പോൾ ഇത് മെയിനായിട്ടൊരു ഫോട്ടോ സ്പോട്ടാണ്. ഇവിടുത്തെ ഈ പഴയ ബിൽഡിംഗ് കൂടി ആകുമ്പോഴത്തേക്കും നല്ല അടിപൊളി ഒരു ഫോട്ടോ സ്പോട്ട് കിട്ടുക. അങ്ങനെ ഞങ്ങൾ ഇത് തപ്പി വന്നതാണ്. ഇപ്പം ഇവിടെ വന്നപ്പോഴും ഇവിടെ എല്ലാ സ്ഥലത്തെയും പോലെ തന്നെ ജനസാഗരമുണ്ട് ഇവിടെയും. അപ്പോൾ നമ്മളിത് ഇവിടെ ഇങ്ങനെ കണ്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓരോരോ സ്ഥലങ്ങളായിട്ട് ഇങ്ങനെ കണ്ട്. അങ്ങനെ ഞങ്ങളിത് നടന്ന് ഇപ്പോൾ സ്കോട്ട് മോണുമെൻറ്റിന് അടുത്ത് എന്ത് കേട്ടോ. സ്കോട്ട് മോണുമെൻ്റ് എന്നാണോ സ്കോട്ടിഷ് മോണുമെൻ്റ് എന്നാണോ പറയുന്നത് കറക്റ്റ് അറിയില്ല. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു റൈറ്ററിന് വേണ്ടി പണി കഴിപ്പിച്ച ഒരു മോണുമെൻ്റ് ആണ്. അതായത് ലോകത്തിലെ ഇങ്ങനെ ഈ മോണുമെന്റിന്റെ പട്ടികയിൽ എടുക്കുമ്പോൾ 2ാം സ്ഥാനമാണ്. ഒരു റൈറ്ററിന് വേണ്ടി പണി കഴിപ്പിച്ച പട്ടികയിൽ 2ാം സ്ഥാനം വരുന്ന മോണുമെന്റ് ആണിത്. എനിക്ക് തോന്നുന്നു ആ പുള്ളി അവിടെ ഇരിപ്പുണ്ട്. അതെ, അതെന്താ വാൾട്ടർ സ്കോട്ട് അങ്ങനെ കണ്ട പുള്ളിയുടെ പേര്. അതായത് പ്രിൻസസ് സ്ട്രീറ്റിലാണ്, എഡിൻബറോയിലെ പ്രിൻസസ് സ്ട്രീറ്റിലാണ് ഈ ഒരു മോണുമെന്റ് ഉള്ളത്. നടന്ന് മടുത്തോട്ടോ, എത്ര നടന്നാലും കാഴ്ചകൾ അവസാനിക്കുന്നില്ല, അതുപോലെ കാണാനുണ്ട് ഇവിടെ. പക്ഷേ ഇല്ലേ ഇപ്പം മടുത്തായിരുന്നു. ഇപ്പൊ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇച്ചിരി കൂടെ എനർജി വന്നു. ഫുഡ് കഴിച്ചപ്പോൾ കുറച്ചും കൂടെ എനർജി വന്ന പോലെ അല്ലേ. നോക്കി ആ ഒരു ഇതൊക്കെ കാണാൻ എന്ത് രസമാണെന്നറിയോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് വന്ന് കാണേണ്ട സ്ഥലം തന്നെയാട്ടോ ഇത്. എനിക്ക് ഈ സ്കോട്ട്ലൻഡ് ഉണ്ടല്ലോ, ഏത് സീസണിൽ വന്നാലും അതിന് അതിൻ്റെതായ ഭംഗിയുണ്ടല്ലേ. അടുത്തത് നമ്മളിത് നാഷണൽ മ്യൂസിയം ഓഫ് സ്കോട്ട്ലൻഡ് കാണാൻ വന്നേക്കോട്ടോ. നമ്മളിവിടെ എത്തിയത് കറക്റ്റ് 4 മണിക്ക് 5 മണിക്ക് ഇത് ക്ലോസ് ചെയ്യും. 1 മണിക്കൂറേ ഉള്ളൂ നമുക്ക്. പേടിച്ച് മേളിൽ കയറി. നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൽ വന്നപ്പോൾ നമ്മൾ മെയിനായിട്ട് കാണണമെന്നും പറഞ്ഞ് ഓടി നടന്നത് ഇതിനെ കാണാനാണ് കേട്ടോ. ഇതാണ് ഡോളി എന്ന് പറയുന്ന ആട്. നമ്മൾ പണ്ട് പുസ്തകത്തിലൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. അതായത് മനുഷ്യരിൽ നിന്ന് ആദ്യമായിട്ട് ക്ലോണിങ് ചെയ്ത് ഉണ്ടാക്കിയ ആ ഒരു ആടാണ് കേട്ടോ. ഇത് 1996 ഈ ഒരു ആടിനെ ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റഫ്ഡ് വേർഷൻ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുവാണ്. അപ്പോൾ ഇതിനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്ക്. അന്നേരത്തേക്കും കാറിൻ്റെ അടുത്തെത്തി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോട്ടിൽ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പറയുന്നത് സത്യമാണെന്ന് പറയണം. കഴിഞ്ഞ ദിവസം ഒരു ഷോട്ടിൽ ഞാൻ കണ്ടു ഒരാണിൻ്റെ ഏറ്റവും യാഥാർത്ഥ്യമായ പ്രണയം അത് വണ്ടികളോടാണ്. അതായത് അവൻ്റെ പെണ്ണിനേക്കാളും കൂടുതൽ അതിന് വണ്ടിയായിരിക്കും, അവൻ്റെ വണ്ടിയായിരിക്കും അവൻ്റെ യഥാർത്ഥ പ്രണയം. സത്യമായ കാര്യമാണ്. അതെ, അത് ഞാനിങ്ങനെ ആലോചിച്ച് വിചാരിച്ചു, വണ്ടിക്ക് എന്തെങ്കിലും ഒരു ചെറിയ അതിന്റെ എഞ്ചിനോ എന്തെങ്കിലും ഒരു സൗണ്ട് വ്യത്യാസം വന്നാൽ അപ്പം മനസ്സിലാവും. അതെ, അതിപ്പോ സ്വന്തം ഭാര്യ ഇടയിലും വീണ കൈയും കാലും പറഞ്ഞാൽ പോലെ ഇത്രയും വിഷമം ഉണ്ടാവില്ല അല്ലേ. അങ്ങനെ പറയാൻ പറ്റില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഈ പറഞ്ഞ പോലെ ഞാനും ഒരു വണ്ടി സ്നേഹിയാണ്. അതുകൊണ്ടാണ് അവിടെ ക്ലോണിങ് പറഞ്ഞോണ്ടിരിക്കുന്നവർക്ക് ഇവിടെ വന്ന് വണ്ടിയുടെ അടുത്തോട്ട് വന്നോണ്ടില്ലേ. അല്ല, ഇതൊന്നും എനിക്ക് ഇഷ്ടമുള്ളതല്ലേ. വണ്ടി എനിക്ക് എന്റെ വണ്ടി തന്നെ ഇഷ്ടം. അവിടെ വണ്ടി ഓടിക്കുന്നതെങ്കിൽ ആമിനെ പിടിച്ചിരുത്തി അതൊന്ന് ഓടിച്ചാലിച്ചായ ആമിക്കുട്ടി എന്തി. അങ്ങനെ നമ്മളെ എഡിൻബറോയിലെ ഏറ്റവും അവസാനത്തെ അട്രാക്ഷനിൽ എത്തിയിട്ടോ. ഇവിടെ എത്തിയപ്പോഴത്തേക്കും കോടമഞ്ഞുകൊണ്ട് ഫുള്ള് നിറഞ്ഞു. ഇതൊക്കെ എഡിൻബറോയിൽ നമുക്ക് വാക്കബിൾ ഡിസ്റ്റൻസിലാണ് കേട്ടോ ഈ ഓരോരോ അട്രാക്ഷൻസും ഉള്ളത്. ഇതിപ്പോൾ നമ്മുടെ സ്കോട്ട് മോണ്യുമെന്റിലാണ് ഉള്ളത്. ഈ പുറകിൽ കാണുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ സ്കോട്ടിഷ് മോണ്യുമെന്റ്. പിന്നെ നോക്കി അടിപൊളി വ്യൂ പോയിന്റ് ആണ്. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് വ്യൂ പോയിന്റ് ഒന്നും കാണാൻ പറ്റില്ല, കാരണം അതുപോലെ കോട നിറഞ്ഞു. നോക്കി അങ്ങോട്ടേക്കാണ് സ്കോട്ട്ലാൻഡ് പോട്ടെ എഡിൻബറോ ഫുൾ ടൗൺ കിടക്കുന്നത്. പപ്പയും മമ്മിയും അവര് കോട നിറഞ്ഞതിന് മുമ്പ് കാണാൻ പറഞ്ഞു ഓടിയിട്ടുണ്ടോ. അവരെന്തി വ്യൂ കാണാൻ.
ചൂടാട്ടാ കല്ലിനൊക്കെ. നല്ല ചൂടാ. ഇത്ര നല്ല വെയിൽ കൊണ്ട് കിടന്നല്ലേ. സ്കോട്ട്ലാൻഡിൽ വന്നിട്ട് സ്കോച്ച് വിസ്കി നോക്കി ഇറങ്ങിയതാട്ടോ. കൊമ്പല്ലേ? ജോണി വാക്കറിന്റെ ബ്ലൂ ലേബലിന്റെ എല്ലാ കളക്ഷനും ഉണ്ട് കേട്ടോ. ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ കളക്ഷനും ഇവിടെ ഉണ്ട്. ഇതുപോലൊരു കളക്ഷൻ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ, പക്ഷെ ഇത്രയൊന്നും എത്തിയിട്ടില്ല. അങ്ങനെ നമ്മൾ എഡിൻബർഗ് ഒക്കെ കണ്ടു കഴിഞ്ഞ് തിരിച്ച് നമ്മളിത് നമ്മുടെ ക്യാമ്പ് സൈറ്റിലെത്തി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ അവസാനിപ്പിക്കാൻ മറന്നുപോയി. ഇത് പിറ്റേ ദിവസമാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അതെ, അപ്പൊ ഞങ്ങള് എന്താണ് നടന്ന് കൈയും കാലും നടന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-50 മൈലോളം ഞങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് ക്ഷീണിച്ചു. അതുകൊണ്ട് 8-9 മണി എങ്ങാണ്ടായി ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ. ഞങ്ങൾ എഡിൻബർഗ് ടൗണിൽ കൂടെ ഒന്ന് അങ്ങോട്ടേക്ക് നടക്കും, അത് കഴിഞ്ഞ് വേറൊരു അട്രാക്ഷൻ അവിടെ കാണും, അത് കണ്ട് പിന്നെ അപ്പൊ ഞങ്ങൾ ഇതിലെ കൂടെ അങ്ങോട്ട് പോയത്. അങ്ങനെ നടന്ന് ഞങ്ങളൊരു വശമായിട്ടോ. പക്ഷെ രസമായിരുന്നു, കാരണം ടൗൺ മൊത്തം ഞങ്ങൾ നടന്നു, ഒരു മുക്കും മൂലയും വരെ നടന്നു. രാവിലെ നല്ല വെയിലായിരുന്നു, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കോടയെല്ലാം ഇറങ്ങി നല്ല രസമായിരുന്നു. 2 രീതിയിൽ നമുക്ക് ആ ടൗൺ കാണാൻ പറ്റി. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നത്. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് എപ്പിസോഡ് കാണാൻ വേണ്ടി ആരും മറക്കരുത്. അപ്പൊ ഇപ്പൊ ഞങ്ങൾ ഉള്ളത് ആ ഒരു അട്രാക്ഷന് മുന്നിലാണ്. അപ്പൊ നാളത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എവിടെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്നൊക്കെ അല്ലേ. അതെ, അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.